Acumenna Capital's MD ആയിട്ടുള്ള അക്ഷയ് അഗർവാൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. സർ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ദി ഷോ. Good afternoon, happy Diwali. ഹാപ്പി ദിവാലി സർ. സർ, അതായത് തന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് നോക്കാം. മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ എല്ലാവരും വളരെ പുള്ളിഷായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. തീർച്ചയായിട്ടും ഒരു പക്ഷേ ഈ ഒരു ഇനി മുന്നോട്ടേക്കുള്ളൊരു സമയത്തെന്ന് പറയുന്നത് ഓൾ ടൈം ഹൈയൊക്കെ ബ്രേക്ക് ചെയ്ത് കുതിക്കുമെന്നൊരു എക്സ്പെക്റ്റേഷനാണ് നിൽക്കുന്നത്. സോ ഇപ്പോൾ ഈ ഒരു നിലവിൽ, അതായത് ഒരു രജിസ്റ്റേർഡ് ബ്രോക്കർ എന്ന നിലയിൽ മാർക്കറ്റിൻ്റെ നിലവിലത്തെ ഒരു സെൻറ്റിമെൻറ്റ്സിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരുന്നുണ്ടോ? മാർക്കറ്റ് ഒരു കൊല്ലത്തെ ഒരു കൺസോളിഡേഷൻ കഴിഞ്ഞിട്ട് ഫൈനലി ഒരു ബ്രേക്ക് ഔട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു കൊല്ലം നോക്കുവാണെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഹൈ അടിച്ചത്. സ്മോൾ ക്യാപ്, മിഡ് ക്യാപ്, ലാർജ് ക്യാപ് എല്ലാം ഓൾമോസ്റ്റ് സെപ്റ്റംബറിലായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു കൊല്ലമായിട്ട് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു കണ്ടത്. ഒരു കറക്ഷൻ കണ്ടു, പിന്നെ റിക്കവറി കണ്ടു. ബട്ട് ഒരു ഓവറോൾ നോക്കുവാണെങ്കിൽ ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ദിവാലി പ്രോഗ്രാംസ് ആവട്ടെ, ഗവൺമെന്റിന്റെ ഇൻസെന്റീവ്സ് ആവട്ടെ, ബട്ട് എല്ലാവർക്കും ഒരു നല്ല ദീപാവലി പ്രാവശ്യം സ്റ്റോക്ക് മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ മാർക്കറ്റ്സ് അപ്പ് ഓൾമോസ്റ്റ് 4% ഒരു 10 ദിവസത്തിൽ. അപ്പൊ തിങ്സ് ആർ ലുക്കിംഗ് ഗുഡ്. ഒരു റിക്കവറി ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുമ്പോഴത്തേനും ചില സെക്ടേഴ്സിൽ മാത്രം വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയൊക്കെ ഇന്നലെ പരിശോധിക്കുമ്പോഴേക്കും 58,200 എന്നൊരു ലെവലും ഒക്കെ ക്രോസ് ചെയ്തൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം PSU ബാങ്ക്, നിഫ്റ്റിയുടെ ഫിനാൻഷ്യൽ സർവീസ്, ഓട്ടോ, FMCG തുടങ്ങിയ സെക്ടേഴ്സിലൊക്കെ ഒരു മുന്നേറ്റം കാണുന്നുണ്ട്. ഈ സെക്ടേഴ്സ് അല്ലാതെ താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും സ്പെഷ്യലായിട്ട്, അതായത് ഒരു വാല്യൂ ഇൻവെസ്റ്റിംഗ് നടത്താൻ സാധിക്കുന്ന സെക്ടേഴ്സ് ഉണ്ടോ? ഞങ്ങൾക്ക് തോന്നുന്നു സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, ഈ രണ്ട് സെക്ടേഴ്സ് ഞങ്ങൾ വളരെ ബുള്ളിഷ് ആണ്. ഡിഫൻസ് ഓൾറെഡി ഒരു നല്ലൊരു പ്ലേ ആണ്. ഇന്ത്യ ഒരു സൂപ്പർ പവർ ആയിട്ട് മാറുവാണ് ഡിഫൻസിലേക്ക്. ഒരു സെൽഫ് റിലയൻസ്, സപ്ലൈങ് ടു ദ വേൾഡ്. നമ്മൾ ഇത്തരം കൊല്ലങ്ങളായിട്ട് ഡിഫൻസിൽ വി വർ ബൈങ് ഫ്രം ദ വേൾഡ്. ഇപ്പോൾ വി ആർ ലുക്കിംഗ് അറ്റ് മാനുഫാക്ചറിങ് ആൻഡ് സപ്ലൈങ് ടു ദ വേൾഡ്. അപ്പൊ ആ ഒരു സെക്ടറിൽ വലിയൊരു ടെയിൽവിൻസ് ആണ് ഉള്ളത്. ബജറ്റ് അലൊക്കേഷൻസ് കൂടുവാണ്. മാനുഫാക്ചറിങ്, ടെക്നോളജി എല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ഡിഫൻസ് നല്ലൊരു സെക്ടറായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. ബട്ട് അത് കൂടാതെ തന്നെ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇന്ത്യയുടെ മിഡിൽ ക്ലാസ് ആണ്. വലിയ ഒരു പ്രോസ്പെറിങ് മിഡിൽ ക്ലാസ്. അവര് ഏറ്റവും കൂടുതൽ ഫോക്കസ് അവർക്ക് വെഹിക്കിൾസിലാണ്. അവര് സ്പെൻഡിങ്, ദാറ്റ് ഇസ് വെഹിക്കിൾസ് ആവാം, ഹെൽത്ത് കെയർ ആവാം, മ്യൂച്വൽ ഫണ്ട്സ് ആവാം. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒരു ബേസിക് ലോജിക്ക് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഇതാണ് ഒരു ഫ്യൂച്ചർ ഇൻഡസ്ട്രി. ഫോർ എക്സാമ്പിൾ ഹെൽത്ത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഹോസ്പിറ്റൽ സെക്ടർ വലിയൊരു സെക്ടറാണ്. നമ്മളിപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 6 months നോക്കുവാണെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി അതിൻ്റെ അകത്ത് കുറെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻഫ്ലേഷൻ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ളത് ഹെൽത്തിലാണ്. അപ്പൊ അവിടെ ഞങ്ങൾ വളരെ ബുള്ളിഷ് ആണ്. ഹോസ്പിറ്റൽ ചെയിൻസ് ആവട്ടെ, ഡയഗ്നോസ് ചെയിൻസ് ആവട്ടെ, ഇതെല്ലാം വളരെ ഒരു ബുള്ളിഷ്നെസ് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് തോന്നുന്നുണ്ട്. സിമിലർലി വെഹിക്കിൾസ് ആൻഡ് ബൈ എക്സ്റ്റൻഷൻ വെഹിക്കിൾ ഫിനാൻസ് കമ്പനീസ്, ഇതും ഞങ്ങൾക്ക് വളരെ ഈ കൺസ്യൂമറിസം ഇന്ത്യയിൽ കൂടുമ്പോഴത്തേക്ക് ഇതൊക്കെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് വരുന്നത്. സോ ഹെൽത്ത് കെയർ ഇസ് വൺ, consumer items is one, defense is one, finance related companies എല്ലാം വളരെ നല്ലതാണ്. സിമിലർലി നോക്കുവാണെങ്കിൽ സിമെന്റ് സെക്ടർ ഒരു വലിയൊരു കൺസോളിഡേഷൻ കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായിട്ട് ഒരു കൺസോളിഡേറ്റ് ചെയ്യുന്ന സെക്ടറാണ്. അതും ഐ തിങ്ക് തിങ്സ് ആർ റൈറ്റ് നൗ. ഒരു ബ്രേക്ക് ഔട്ട് ഗ്രോത്ത്, ഒരു വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ലെങ്കിലും ഒരു നല്ലൊരു എബവ് മാർക്കറ്റ് റിട്ടേൺ സിമെന്റ് സെക്ടറിൽ നിന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. Hey Akshay, Suraj here. Happy Diwali. Hi Suraj. Hi. Happy Diwali. कैसे हो आप? How are you? Fine, by your grace and love. क्या भाव है? Thank you. Akshay. Yes Suraj. I just want to know this from you. എനിക്ക് അക്ഷയുടെ അറിയേണ്ട ഒരു കാര്യമുണ്ടല്ലോ. അക്ഷയ്, ഈ ടാരിഫ് ഇഷ്യൂ, നമ്മുടെ ഇപ്പോൾ ട്രംപിന്റെ ടാരിഫ് ഇഷ്യൂ, how this gonna span out? എങ്ങനെ വരുന്നു? Because are we seeing light at the end of the tunnel? നമുക്ക് അങ്ങനെ ഒരു സ്ഥിതി വിശേഷം പറയാൻ പറ്റുമോ? അതായത് കുറച്ച് മെല്ലോയിങ് ഡൗൺ ആയി ടാരിഫിന്റെ കാര്യത്തിൽ ട്രംപ്, ചൈന ആയിട്ടുള്ള കാര്യങ്ങളും അതൊന്ന് ടൈറ്റൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും ചൈന ഹാസ് ബ്രോട്ട് ഇൻ എ ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ റെയർ എർത്ത് മാഗ്നറ്റ്സ്. പിന്നെ ഈ സോയ മേടിക്കുന്നതൊക്കെ നിർത്തിയപ്പോൾ ട്രംപ് ഒന്ന് സോഫ്റ്റൻ ചെയ്തു. അതേപോലെ ഇന്ത്യ എടുത്തും അടുത്ത കാലത്ത് സോഫ്റ്റൻ ചെയ്തു വരുന്നു. നെക്സ്റ്റ് 30 daysനുള്ളിൽ നമുക്കൊരു ഹാപ്പി ന്യൂസ് കേൾക്കാൻ പറ്റുമോ അക്ഷയ്? Suraj, I don't know about 30 days, but end of the day, there is always light at the end of the tunnel. We are living in a world which is very interconnected. അപ്പോൾ നമുക്കൊരു എങ്ങനെ US ഏറ്റവും വലിയ മാർക്കറ്റ് ആണ് ഇന്റർനാഷണലി.
അപ്പോൾ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ഓൾസോ നീഡ് ടു റിയലൈസ് ദറ്റ് US മാനുഫാക്ചറിങ് വളരെ കുറവാണ്. US ഓവർ ദ മെനി ഡെക്കേഡ്സ് അവരുടെ കംപ്ലീറ്റ് മാനുഫാക്ചറിങ് ചൈനയും ഇന്ത്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ഇവിടെയെല്ലാം അവര് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ കപ്പാസിറ്റി തിരിച്ച് US വരണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എ ഷോർട്ട് പ്രോസസ്, ഇറ്റ്സ് സംതിങ് വിച്ച് വിൽ ടേക്ക് ഡെക്കേഡ്സ്. അപ്പോൾ ഇറ്റ്സ് എ ഇന്റർ കണക്റ്റഡ് വേൾഡ്, വി കെ നോട്ട് ലിവ് വിത്തൗട്ട് ഈച്ച് അതർ. എക്സാമ്പിൾ ഇപ്പൊ സൂരജ് പറഞ്ഞത് ആ സ്പെഷ്യൽ മറ്റേ റെയർ എർത്ത്, ഇതൊക്കെ ഇഫ് ചൈന സ്റ്റോപ്പ് സപ്ലൈങ് ദ വേൾഡ് ഇസ് ഇമ്പാക്റ്റഡ്. സിമിലർലി US മാർക്കറ്റ്സ് ഇന്ത്യക്ക് വേണ്ടി ക്ലോസ് ആയാൽ ഇന്ത്യ ഇസ് ഇമ്പാക്റ്റഡ്. Where will they manufacture from? End of the day, it's a interconnected world, and we are all dependent on each other. There is a lot of Trump in the maximum pressure policy, which he starts at the maximum pressure and then mellows down, as we have seen in China, for example. China, the minute they cut off the rare earth thing, he softened. Same thing, India, I think we are very clear that the interest of the fishermen, interest of our textile workers, our farmers, all these has to be taken care. Our negotiation is going on, and I don't know about 30 days, but yes, there has to be light at end of the tunnel, and I'm confident there will be. ഓക്കെ അക്ഷയ്, ഈ 30 ഡേയ്സ് എന്ന് പറയാൻ കാര്യം എവിടെയോ ഒരു സ്പെക്കുലേഷൻ കേൾക്കുന്നു നവംബർ മിഡിലോടുകൂടി ആദ്യം മുതൽ തന്നെ നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ആണെങ്കിലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ആ വാക്കുകളിൽ ഏതാണ്ട് നവംബർ മിഡിൽ എന്നുള്ളൊരു വാക്ക് വന്നുകൊണ്ട് ഞാൻ അത് ചേർത്ത് വെച്ചു എന്നുള്ള. അനിൽ, ഈ അക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് നമ്മുടെ ഈ ഔട്ട്ക്രൈ സിസ്റ്റം മുതൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉള്ള ഒരാളാണ്. അതായത് ഹീസ് എ വെരി എക്സ്പീരിയൻസ് മാൻ. ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ചില വ്യക്തികളെ നമ്മൾ ഇന്ന് ഈ മൈഫിൻ്റെ ഷോയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ കാര്യം എന്നറിയോ, ദേ ഹാവ് സീൻ ലോഡ് ഓഫ് സൈക്കിൾസ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഏറ്റവും നല്ലത് ഇവർ തന്നെയാണ് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ അക്ഷയ് പോലെയൊക്കെ വരുന്നത്. നമുക്കൊരു പ്രിവിലേജും ഓണറും ആണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ള. അക്ഷയ്, എനിക്ക് ഒരു കാര്യം കൂടെ എനിക്ക് അറിയാനുള്ള കാര്യമുണ്ട്. കാര്യം ഇപ്പം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ട്രംപിൻ്റെ ടാരിഫ് തന്നെയാണ്. ബട്ട് വെൻ യു ലുക്ക് അറ്റ് നിഫ്റ്റിയുടെ പല കമ്പനികളും ഈ ടാരിഫിൻ്റെ ഇമ്പാക്റ്റ് ഇല്ല. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ വെയിറ്റേജ് ഉള്ളത് BFSI സെക്ടറാണ്, അതായത് ബാങ്കിങ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഷുറൻസ്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ദിസ് ഈസ് എ ഡൊമസ്റ്റിക് തീം. ഇത് US ടാരിഫ് കൊണ്ട് ഒരിക്കലും ഒരു ബാങ്കിങ് സെക്ടറിന് മോശം വരേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് വൺ. പിന്നെ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഓയിൽ ആൻഡ് കെമിക്കൽസ് ടു എന്താ പറയുക, ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡ് സർവീസസ്, റീറ്റെയിൽ ഡിവിഷനൊക്കെയാണ് റിലയൻസിൻ്റെ ഈ മെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റേ എന്ന് പറയുന്നത്. ആ കമ്പനിക്കും ഈ ടാരിഫ് കൊണ്ട് യാതൊരു പ്രോബ്ലവും വരേണ്ട കാര്യമില്ല. IT കമ്പനീസ് ഓഫ് കോഴ്സ് ദർ ഇസ് എ സ്മോൾ ഹിറ്റ്, ബട്ട് ഈവൻ ദെൻ H1B വിസ കാര്യത്തിൽ എല്ലാ കമ്പനി മാനേജ്മെൻറ്റ്സും ക്ലാരിഫൈ ചെയ്തത് ഈ H1B വിസ ഇഷ്യൂ വലിയ രീതിയിൽ വരില്ല എന്ന്. പിന്നെ US കമ്പനികൾ റിസഷനിലും പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചു. ബിക്കോസ് US സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് ഇൻ ഓൾ ടൈം ഹൈ ആൻഡ് ദേ ആർ ഗോയിങ് ഇൻ ഫോർ എ റേറ്റ് കട്ട്. എന്നാൽ ഫാർമ കമ്പനീസ് നോക്കുകയാണെങ്കിലോ അവിടെയും പ്രോബ്ലം സംഭവിച്ചിട്ടില്ല. അതായത് ജനറിക്കിന് യാതൊരു പ്രോബ്ലം സംഭവിച്ചിട്ടില്ല. പേറ്റൻറ്റഡ് ആൻഡ് ബ്രാൻഡഡ് ഡ്രഗ്സിന് മാത്രമേ പ്രോബ്ലം എന്നുള്ളൂ. വാട്ട് ഐ മീൻ ടു സേ ഈസ്, ഈ നിഫ്റ്റിയിലുള്ള പല കമ്പോണൻസിനും ഈ ടാരിഫ് കൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഇല്ല. അപ്പോൾ ഡൊമസ്റ്റിക് കാര്യങ്ങൾ കൊണ്ടാണോ ഈ നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ കുറച്ച് സപ്രസ്ഡ് ആയിട്ട് കമ്പയർഡ് ടു അതർ എമർജിംഗ് മാർക്കറ്റ്സ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ്സ് ആയ US വെച്ചിട്ട് വളരെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നത്? നിഫ്റ്റി താഴെ പോകാൻ നമുക്കൊരു കാരണം വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഏർണിങ്സ് തന്നെയാണോ നിഫ്റ്റി എഫക്റ്റ് ചെയ്തിരിക്കുന്നത് അക്ഷയ്? ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഓൾവേസ് ഇസ് ദി ഏർണിങ്സ്. End of the day, it is the earnings which drives the prices. ബാക്കി demand and supply temporarily can impact prices, but long term it's always the earnings. And India has the biggest consumer domestic market in the world, in the sense outside of the US and a couple of other countries. India's got the biggest middle class population in the world, growing at a much faster pace. India is growing at 6.5%. 6.5 chalpa 6.7 on chalpa 6.2 on, but end of the day we are still the fastest growing economy. And like you said, Suraj, perfectly what you said, Chela companies are dependent on US, but most of the Indian companies are not very dependent. End of the day, Indian exports to US is about $40 billion. The total impact, if we assuming we stop US exports, the impact on the GDP is about 0.5%, which is still large. We're still talking about 2 lakh crores, value amount on 20 lakh crores. But having said that, India's by itself a large domestic market. And every day I think ഈ tariffs എന്ന് പറഞ്ഞ സംഭവം ഇന്ത്യക്ക് ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആയിട്ടും വരുവാണ്. ബിക്കോസ് ലോട്ട് ഓഫ് കമ്പനീസ് ഇൻ ഇന്ത്യ പ്യോർലി US മാത്രം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് എങ്ങനത്തെ ഒരു ഷോക്ക് കിട്ടുമ്പോൾ they've started looking at other markets. നമ്മളിപ്പോ ഡേറ്റ നോക്കുവാണെങ്കിൽ തന്നെ US നമ്മുടെ എക്സ്പോർട്സ് ഓൾമോസ്റ്റ് ഒരു 20% ഡൗൺ ആണ് കഴിഞ്ഞ മാസം.
But then Europe and Baki countries, the percentage of exports have gone up. So somewhere along the line, Indian exporters are also taking immediate action on diversifying their market, which I think is a very positive thing. As far as earnings are concerned, ഇപ്പൊ ഗവൺമെന്റ് റീസെന്റ് GST കട്ടും നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ് കട്ടും എല്ലാം നോക്കുമ്പോൾ ലോട്ട് ഓഫ് ക്യാഷ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഇപ്പൊ ജാനുവരിയിൽ യു വിൽ ഹാവ് ദി പേ കമ്മീഷന്റെ ഇംപ്ലിമെന്റേഷൻ അഗെയിൻ സം ലിക്വിഡിറ്റി കംസ് ഇൻ അപ്പൊ ഈ ഓൾ ദിസ് ലിക്വിഡിറ്റി എൻഡ് ഓഫ് ദ ഡേ വിൽ ഡ്രൈവ് people to buy more, and that will again increase the profitability of the companies, which means we are looking at reasonably good times ahead. നമ്മൾ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ ഒരു കൊല്ലമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ്സ് ഗിവൻ യു ഓൾമോസ്റ്റ് സീറോ റിട്ടേൺ. കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് ഇന്ന് വരെ നോക്കുവാണെങ്കിൽ യു ആർ അബൌട്ട് മേ ബി 1% പ്ലസ് മൈനസ് അത്രേ ഉള്ളൂ. സോ ഒരു കൺസോളിഡേഷൻ ഓഫ് 1 year is a reasonably good consolidation. ഒരു കൊല്ലം മാർക്കറ്റ് മൂവ് ചെയ്തില്ല, that means market is automatically down by almost 10% because the companies have grown that much. അപ്പൊ ആ ഒരു നമ്മുടെ ഒരു ലോങ് കൺസോളിഡേഷൻ ആയി നമ്മുടെ വാല്യുവേഷൻസ് നോക്കുവാണെങ്കിൽ വി ആർ നൗ അറ്റ് അബൌട്ട് 22 PE, which is 5-year valuation നോക്കുവാണെങ്കിലും 10-year valuation നോക്കുവാണെങ്കിലും ഉദ്ദേശം ഈ 22, 21.5, 22.5, 23 റേഞ്ചിലാണ്. So we have come to that middle range now. So valuation wise we are not expensive. നമ്മൾ വേൾഡ് മാർക്കറ്റ്സിനെ അണ്ടർ പെർഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ ബാക്കി കൺട്രീസ് നോക്കുവാണെങ്കിൽ US, യൂറോപ്പ് ഒക്കെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ ദേ ഹാവ് ഓൾ ഗിവൻ റിട്ടേൺസ് ഓഫ് ബിറ്റ്വീൻ 15 and 20%. Returns of 15 and 20%, whereas India has given neutral returns. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ India's to that extent our overvaluation by hopefully now things should start looking up. We had a big rise now. ഒരു 1,200 പോയിന്റ്സ് നമ്മൾ ഈയിടെ ഒരു റേസ് തന്നെ കണ്ടു. അപ്പൊ മേ ബി യു ഹാവ് എ സ്മോൾ ടെമ്പററി ബട്ട് ഇറ്റ് ലുക്സ് ലൈക്ക് വി മൈറ്റ് ബി ഹെഡഡ് മച്ച് ഹയർ ഫ്രം ഹിയർ. ഓക്കെ അക്ഷയ്, ഞാനത് ചോദിക്കാൻ കാര്യം വെച്ചാൽ ദർ വാസ് എ റീസൺ റിപ്പോർട്ട് ഫ്രം റോയിറ്റേഴ്സ്. അപ്പോൾ റോയിറ്റേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഈ ടാരിഫിൻ്റെ ക്ലൗഡ്സ് വന്നത് കാരണം പല കമ്പനി വർ ടേക്കിംഗ് എ ബാക്ക് സീറ്റ്. ബട്ട് നൗ ദാറ്റ് ആ ഒരു ക്ലൗഡ് റിസീഡ് ചെയ്തോടുകൂടി നൗ ദേ ഹാവ് കം അപ്പ് വിത്ത് ഫോർകാസ്റ്റ്, അവരുടെ പ്ലാൻസ്, അവരുടെ ഗൈഡൻസ് ഒക്കെ പല ഗ്ലോബൽ കമ്പനീസും S&P 500 കൊണ്ടുവന്നപ്പോൾ അതിൽ റോയിറ്റേഴ്സ് നടത്തിയത്, അതായത് ഫ്രം കോർപ്പറേറ്റ് ഫയലിങ്സ് അല്ലെങ്കിൽ പ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിൽ നിന്ന് മനസ്സിലായത് ഗ്ലോബൽ കമ്പനീസിന് ഏതാണ്ട് ഈ ടാരിഫ് കാരണം ഏതാണ്ട് $35 billion ഹിറ്റാണ്. അതായത് 2025 ദാറ്റ് കുഡ് ബി അറൌണ്ട് $20 billion ഹിറ്റ് ആൻഡ് 2026 another $15 billion ഹിറ്റ് ബിക്കോസ് ഓഫ് ടാരിഫ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നാൽ ആ ഗ്ലോബൽ കമ്പനീസിനെ പോലത്തെ ഒരു കമ്പനി ഇന്ത്യയിലില്ല. ഇന്ത്യക്ക് നമുക്ക് ഇന്ത്യൻ നിഫ്റ്റിയിൽ വലിയ ഗ്ലോബൽ കമ്പനിയൊന്നുമില്ല, എക്സെപ്റ്റ് മേ ബി എ ഫ്യൂ ഫാർമ അല്ലെങ്കിൽ നമ്മൾ IT ഡിവിഷൻ അല്ലാതെ വലുതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ അവിടെ വരാത്തതുകൊണ്ടാണ് നിഫ്റ്റിയെ ബേസ് ചെയ്ത് ഞാൻ ചോദിച്ചതെന്നുള്ളത്. എന്നാലും അക്ഷയ്, ഐ വോണ്ടഡ് ടു നോ ഫ്രം യു, ഐ മീൻ ഈ ദീപാവലി ആയതുകൊണ്ട് ഇതൊരു ന്യൂ ഇയർ അല്ലേ, അക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഇത്ര എക്സ്പീരിയൻസ്ഡുള്ളതാണ്. യു റൺ എ ബ്രോക്കിംഗ് കമ്പനി, മറ്റുള്ളവരെ പോലെ വർക്ക് ചെയ്യുന്ന ഒരാളല്ല, യു ഹെഡ് എ ബ്രോക്കിംഗ് കമ്പനി, യു ഓൺ എ ബ്രോക്കിംഗ് കമ്പനി എന്നുള്ളതാണ്, ആൻഡ് യു ആർ അറ്റ് പാർ വിത്ത് അതർ ബ്രോക്കേഴ്സ് എന്നുള്ളത്. അപ്പോൾ അക്ഷയുടെ എനിക്ക് ചോദിക്കാതെ എനിക്ക് അക്ഷയെ വിടാൻ പറ്റില്ല. എനി ഡാർക്ക് സെക്ടേഴ്സ് അല്ലെങ്കിൽ എനിക്ക് ഡാർക്ക് ഹോഴ്സ് സെക്ടേഴ്സ് ഉണ്ടോ, എന്തെങ്കിലും സ്റ്റോക്സ് നമുക്ക് പ്രത്യേകമായിട്ട് വാച്ച് ചെയ്യണ്ടോ, അറിയാൻ താല്പര്യമുണ്ട് അക്ഷയ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? So Suraj, thanks for the compliment, Suraj, and I must say we know each other for a very long time, and your expertise is also research. You've been extremely good at research for a very long time, I know that. As far as dark sectors are concerned, like I mentioned, one underdog could be the cement sector, because cement sector ഒരു വലിയൊരു കൺസോളിഡേഷൻ ഫേസിൽ ഇറ്റ്സ് നോട്ട് മൂവ് ടു മച്ച്, ഇറ്റ്സ് നോട്ട് ഡൺ ടു മച്ച് ആക്ഷൻ. അപ്പൊ സിമെന്റ് ഇസ് വൺ തിങ് ദാറ്റ് കുഡ് ബ്രേക്ക് ഔട്ട്, ആൻഡ് സിമിലർലി സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനീസ് ഓൾസോ കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് നോക്കുവാണെങ്കിൽ they peaked out about 2 years back. അത് കഴിഞ്ഞിട്ട് they've been consolidating, prices are down by 30-40% from highs, because basically ഒരു ഓവർ സപ്ലൈ വന്നു, huge competition from China and Japan and all these countries. So I think those things are now clearing out. So underdogs നോക്കുവാണെങ്കിൽ possibly cement and specialty chemicals could be surprise elements. However, ഒരു reasonably ഒരു നമ്മൾ നല്ല sector, open sector നോക്കുവാണെങ്കിൽ I would say things which the middle class spend on, things like insurance, things like managing their wealth in terms of asset management companies, loan companies, because they tend to buy stuff and they do it on EMIs. Health sector is important. So these are some of the things we are very bullish on.